നമസ്കാരം. ധനുസ് പി.സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ഇയർ സർവൻസ് ആണ്. വേരിയസ് സെക്കൻഡ് ഫേസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് 07/2018 ക്വസ്റ്റ്യൻസിലേക്ക് നേരെ പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അറിയാലോ, ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഭാഷയാണ് ആൻസർ. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കുസാറ്റ് ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ആൻസർ ശാസ്ത്രമേഖല. കുസാറ്റ് ശാസ്ത്രമേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. കുസാറ്റ് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി? ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി എന്ന് പറയുന്നത്? ആൻസർ വിജയനഗരം. വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി എന്നാണ്. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി എന്നാണ്. ആൻസർ 2016 നവംബർ 8. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ 2016 നവംബർ 8 പിൻവലിച്ചു. നവംബർ 8 തീയതിയാണ് പിൻവലിച്ചത്. 2016 നവംബർ 8 തീയതിയാണ് 1000 രൂപ നോട്ടുകൾ ഇന്ത്യയിൽ പിൻവലിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിലേതാണ് പെടാത്തതെന്നാണ് ചോദ്യം. ആൻസർ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം. അതാണ് മൗലിക അവകാശങ്ങൾ പെടാത്തത്. സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം എടുത്തു മാറ്റിയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നെക്സ്റ്റ്. 1947 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം എന്തായിരുന്നു? 1947 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ചിഹ്നം ഏതായിരുന്നു? ആൻസർ ചർക്കയായിരുന്നു. ലാശോസ്തംഭം മാറി ചർക്കയായിരുന്നു ആദ്യം. 1947 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്ക ആയിരുന്നു അല്ലേ? നമ്മുടെ മഹാത്മാഗാന്ധിയെ ഓർത്താൽ മതിയാവും. നെക്സ്റ്റ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? ഏത് വർഷമാണ്? 2005. 2005. നെക്സ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെയാണ്? പക്ഷി സങ്കേതം എവിടെയാണ്? ആൻസർ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെയാണ്? തട്ടേക്കാടാണ് അല്ലേ? പക്ഷി എവിടെയാണ്? തട്ടിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ്. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെന്മല അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുക? പരപ്പാർ. തെന്മല അണക്കെട്ട് പരപ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി അല്ലേ? സാധുജന പരിപാലന സംഘമാണ്. സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി. നെക്സ്റ്റ്. ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 23 കാലം. നെക്സ്റ്റ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീവി.
ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി. നെക്സ്റ്റ്, കേരളത്തിൽ അവസാനമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന തീയതി. കേരളത്തിൽ അവസാനമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന തീയതി എന്നാണ്. 2016 മെയ് 16. ഇത് 18-ലെ ക്വസ്റ്റ്യനാണ്. ഓക്കെ. ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏത്? ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏതാണ്? ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏതാണ്? ദക്ഷിണ റെയിൽവേ. ഓക്കെ. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്താണ്? വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്താണ്? ആൻസർ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം. നെക്സ്റ്റ്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ആരുടെ ഭരണകാലത്ത് ആണ്? ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ജലവൈദ്യുത പദ്ധതി ചിത്തിര തിരുനാൾ. ജലവൈദ്യുത പദ്ധതി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെക്സ്റ്റ്, ജലബാല എന്നൊക്കെ ഓർക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ, 18th ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ? സാമൂതിരിയുടെ കപ്പിത്താൻ, സാമൂതിരിയുടെ നാവിക തലവൻ, സാമൂതിരിയുടെ കാര്യസ്ഥൻ, സാമൂതിരിയുടെ കരസേനാ തലവൻ. ഇത്രയുമാണ് ഓപ്ഷൻസ്. അതിൽ ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നത്? ആൻസർ സാമൂതിരിയുടെ നാവിക തലവൻ. സാമൂതിരിയുടെ നാവിക തലവനാണ് കുഞ്ഞാലി മരയ്ക്കാർ. നെക്സ്റ്റ് വൺ, ഭഗത് സിംഗിനെ തൂക്കിലേറ്റത് എവിടെയായിരുന്നു? ഭഗത് സിംഗിനെ തൂക്കിലേറ്റത് എവിടെ ആയിരുന്നു? ലാഹോർ സെൻട്രൽ ജയിലിൽ. ഭഗത് സിംഗ് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് തൂക്കിലേറ്റത്. ഭഗത് സിംഗിനെ ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് തൂക്കിലേറ്റിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? PR ശ്രീജേഷ് അത് ഹോക്കി. PR ശ്രീജേഷ് ഹോക്കി. നെക്സ്റ്റ് വൺ, ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്നാണ്? ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്ന് ആണ്? ആൻസർ 1957 ഏപ്രിൽ 27. 1957 ഏപ്രിൽ 27. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരിക. നെക്സ്റ്റ്, കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ കൊല്ലം കോട്ടപ്പുറം. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കൊല്ലം കോട്ടപ്പുറം. നെക്സ്റ്റ് വൺ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ഏതാണ്? ആദ്യത്തെ സമരം ഏതാണ്? ഏതാണ് ആദ്യത്തെ സമരം എന്ന് പറയുന്നത്? ആൻസർ ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം, ഫസ്റ്റ് സമരം ഇതാണ് ചമ്പാരൻ സമരം. ഒന്നാമത്തേത്. നെക്സ്റ്റ് വൺ, പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഏത് പ്രസ്ഥാനമാണ് പാരമ്പര്യ കലകളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ചത്? ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അതേതാണ്? ആൻസർ കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലമാണ് ആൻസർ. ദേശീയ സമരകാലത്ത് ആരംഭിച്ചതാണ് ഇത് കേരള കലാമണ്ഡലം. കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് ആരംഭിച്ചതാണ് കേരള കലാമണ്ഡലം. നെക്സ്റ്റ് വൺ, സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ മോത്തിലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ, പമ്പാ നദി ഒഴുകിച്ചേർന്നത് എവിടെയാണ്?
പമ്പാ നദി ഒഴുകിച്ചേർന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായൽ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ് എന്ന ചോദ്യം. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം? ആൻസർ 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം ആരംഭിച്ചത്, പുറപ്പെടുവിച്ചത്. ഓക്കെ. ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? ആൻസർ ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ളയായിരുന്നു. നെക്സ്റ്റ് വൺ, ചാനാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. ചാനാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഏതാണ്? ആൻസർ അരേ സമാജം. പണ്ഡിറ്റ് KP കറുപ്പൻ ഓർക്കുമ്പോൾ അരേ സമാജം സ്ഥാപിച്ചു. നെക്സ്റ്റ് വൺ, ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്ന ഏത് റൂട്ടിലാണ്? ആൻസർ ഏതാണ്? തിരൂർ ബേപ്പൂർ റൂട്ടിലാണ് ആദ്യമായി കേരളത്തിൽ തീവണ്ടി ഓടിയത്. നെക്സ്റ്റ്, ചാമ്പ്യൻസ് ട്രോഫി ഏത് കായിക ഇനം ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസിൽ ആൻസർ വരുന്നില്ല, നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, അത് ഫൈനൽ ആൻസർ കീയിലും അതിൻ്റെ ആൻസർ ഇല്ല, അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസിൽ മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ, വനപരിപാലനം, വ്യാപാരം എന്നിവയാണ്. അതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്ത കാര്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ വ്യാപാരം അല്ലേ? ബാക്കി 3 പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? ആൻസർ നെല്ല്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? ആൻസർ പശ്ചിമഘട്ടം. കിഴക്കൻ അതിർത്തിയിലെയാണ് പശ്ചിമഘട്ടം. നെക്സ്റ്റ്, ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ആൻസർ ജാർഖണ്ഡ്. ബൊക്കാറോ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. ജനപങ്കാളിത്തത്തോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം അല്ലേ? അവിടെ കൂടുതലും സോളാർ പാനൽ കൂടുതലുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. അല്ലേ? നെക്സ്റ്റ്, ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? ഒരു പീഠഭൂമിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ഇവരിലാരായിരുന്നു? ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? ആർ ശങ്കരനാരായണൻ തമ്പിയാണ് ആദ്യ നിയമസഭാ സ്പീക്കർ.
നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആരാണ്? ഏത് മഹാറാണിയാണ് തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് പറഞ്ഞത്? ആരായിരുന്നു? മഹാറാണി ഗൗരി പാർവതി ലക്ഷ്മിഭായ് അല്ലേ? തിരുവിതാംകൂർ വിദ്യാഭ്യാസം പാർവതിഭായ്, ഗൗരി പാർവതിഭായ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണം. നെക്സ്റ്റ് വൺ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ആണ്? ആൻസർ മീററ്റ് അല്ലേ? ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് എഴുതും, തെറ്റിപ്പോവാനും കൺഫ്യൂഷൻ ഇല്ലാതെ വേണം നോക്കാൻ. മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ്? മീററ്റ്. നെക്സ്റ്റ് വൺ, അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. അഴിമതി തടയാനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ആൻസർ ലോക്പാൽ. ദേശീയ തലമാണ് ലോക്പാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. വലിയത് കല്ലട. നെക്സ്റ്റ്, 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആരാണ്? 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആരാണ്? ഏത് വനിതയാണത്? മാഡം കാമ. ജർമ്മനിയിൽ മാഡം കാമയാണ് ഉയർത്തുന്നത്. നെക്സ്റ്റ്, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏത് ഇന്ത്യൻ സംസ്ഥാനമാണത് ജീവത്യാഗത്തിലൂടെ പോയത്? ആന്ധ്രാപ്രദേശ് അല്ലേ? ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി ഏതാണ്? EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി ഏതാണ്? ഒന്നേകാൽ കോടി മലയാളികൾ. EMS മലയാളികൾ. ഒന്നേകാൽ കോടി മലയാളികളാണ് EMS മല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്ത ഏതാണ്? ആൻസർ കൊച്ചി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഏതാണ്? ആൻസർ ടെലിഗ്രാഫ്. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? കഥകളി. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? മുഖ്യ പങ്ക് വഹിച്ച മലയാളി ആരാണ്? ആൻസർ VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതാരാണ്? VP മേനോൻ. നാട്ടുരാജ്യങ്ങൾ VP മേനോൻ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം അതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ? കിറ്റ് ഗോ ബാക്ക് എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ് വൺ, വായനാ ദിനമായി ആചരിക്കുന്നത് PN പണിക്കരുടെ ചരമദിനം. നെക്സ്റ്റ്, ബോത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? ആൻസർ എറണാകുളം. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? കണിക്കൊന്ന. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പന്നിയൂർ. നെക്സ്റ്റ് വൺ, 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത്? ആൻസർ മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കുന്നു. 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിലാണ് ആചരിക്കുന്നത്? മനുഷ്യനെ
പ്രകൃതിയുമായി ഒന്നിപ്പിക്കുക. മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കുക. നെക്സ്റ്റ് വൺ, ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ സെറിബെല്ലം. തുലനാവസ്ഥ സെറിബെല്ലം, തുലനാവസ്ഥ. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാവുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ്? ആൻസർ ഏതാണ്? വിറ്റാമിൻ എയുടെ അഭാവം അല്ലേ? വിറ്റാമിൻ എയുടെ അഭാവം. നെക്സ്റ്റ് വൺ, ലോക വനദിനം ആചരിക്കുന്നത് മാർച്ച് 21. വനദിനം മാർച്ച് 21. നെക്സ്റ്റ് വൺ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ആരാണ്? ബാക്ടീരിയ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. നിശബ്ദനായ കൊലയാളി ആരാണ്? നിശബ്ദനായ കൊലയാളി രക്തസമ്മർദ്ദം. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ഏറ്റവും ചെറിയ കോശം പുംബീജം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചോദിച്ചേക്കുന്നത്. അപ്പിക്കോ പ്രസ്ഥാനം. കർണാടകത്തിൽ ആരംഭിച്ചാണ്, വനമാണ് അവിടുത്തെ ഇത്. നെക്സ്റ്റ് വൺ, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇതാണ് അലൂമിനിയം. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ആൻസർ മോസ്ലി. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ. നെക്സ്റ്റ് വൺ, വൈദ്യുത ബൾബിൽ വൈദ്യോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഏതൊക്കെയാണ്? പ്രകാശോർജ്ജവും താപോർജ്ജവും. പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ടാണ് വൈദ്യുത ബൾബിലെ വൈദ്യോർജ്ജം മാറ്റപ്പെടുന്നത്. വൈദ്യുത ബൾബ് ഇടുമ്പോൾ പ്രകാശവും താപവും. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. നെക്സ്റ്റ് വൺ, മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏതാണ്? മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏതായിരുന്നു? തടസ്സമുണ്ടാക്കുന്ന ബലം ഏതാണ്? ഹർഷണബലം. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3x10⁵ കിലോമീറ്റർ പെർ സെക്കൻഡാണ്. നെക്സ്റ്റ്, പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? ദൂരം. നെക്സ്റ്റ് വൺ, 35 × 5 + 72 ഡിവിഷൻ. ഓക്കെ, 81ൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 81ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 144. 82 ആൻസർ വരുന്നത് ഓപ്ഷൻ ഇത് ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് 83 ആൻസർ വരുന്നത് സി ആണ്. നെക്സ്റ്റ് 20 കുട്ടികളുടെയും 5 അധ്യാപകരുടെയും ശരാശരി വയസ്സ് 20 ആണ്. ഒരു അധ്യാപകർ ഒഴിവായി പോയിട്ട് മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ ശരാശരി വയസ്സ് ഒന്നുകൂടി. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എന്താണ്? 25. 3 പാത്രങ്ങളിലായി ഏറ്റവും കുറഞ്ഞത് എത്ര ലിറ്റർ വീതം അരി ഉണ്ടായാലാണ് 6 ലിറ്റർ
8 ലിറ്റർ 9 ലിറ്റർ അളവ് പാത്രങ്ങൾ യഥാക്രമം ഓരോന്നിലും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് കരുതുന്നു. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ. ഒരു സംഖ്യയുടെ 2/3 ഭാഗവും ആ സംഖ്യയുടെ 1/6 ഭാഗവും കൂട്ടിയപ്പോൾ 30 കിട്ടി. ആ സംഖ്യ ഏതാണ്? ഏതാണ് ആ സംഖ്യ? ആൻസർ ഓപ്ഷൻ എ ആണ് 36. 87ൻ്റെ ആൻസർ വരുന്നത് 87ാമത്തതിൻ്റെ ആൻസർ വരുന്നത് 87ൻ്റെ ആൻസർ വരുന്നത് റൂട്ട് ഓഫ് ആണ്. പോയിൻറ്റ് വായിക്കാം. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 5/24. നെക്സ്റ്റ് വൺ. ഒരാൾ 15% ലാഭത്തിന് 10 കിലോഗ്രാം ആപ്പിൾ വിറ്റു. 10 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 500 രൂപയെങ്കിൽ 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വിറ്റ വില എന്ത്? ഒരാൾ 15% ലാഭത്തിന് 10 കിലോഗ്രാം ആപ്പിൾ വിറ്റു. 10 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 500 രൂപയാണെങ്കിൽ 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വിറ്റ വില എന്താണ്? വിറ്റ വില എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, 57.5 രൂപ. നെക്സ്റ്റ്. 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ എ എന്ന ബസ് 3 മണിക്കൂറും ബി എന്ന ബസ് 2.5 മണിക്കൂറും എടുക്കുന്നു. എ എന്ന ബസ് 320 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് ബി എന്ന ബസ് എത്ര ദൂരം സഞ്ചരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 384 ആണ് ആൻസർ, 384. നെക്സ്റ്റ് വൺ. ഉസാഖ എത്രയാണ് വരിക? 2.1. നെക്സ്റ്റ് ആൻസർ വരുന്നത് 91ൻ്റെ ആൻസർ വരുന്നത്, അത് ഇവിടെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയിൽ വിട്ടഭാഗത്തെ സംഖ്യ ഏതായിരിക്കും? വിട്ടഭാഗ സംഖ്യ ഏതാണ്? സി ആണ്, 36 ആണ് വരുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 93യുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്തത് ഏതാണ്? 94 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? 95ൽ മാനസിക ലേഖനം ഖണ്ഡിക വാക്യം മാസിക എന്നല്ലേ, എൻ്റെ കണ്ണ് കാണില്ലെന്ന് തോന്നുന്നു. മാസിക ലേഖനം ഖണ്ഡിക വാക്യം വാക്ക് അക്ഷരം, അതാണ് ശരിയായ രീതിയിൽ മാസിക. ഓക്കെ. കൂട്ടത്തിൽ യോജിക്കാത്ത സംഖ്യ ഏതാണ്? ആൻസർ 196. അടുത്തത് ആൻസർ വരുന്നത് 97. ആൻസർ വരുന്നത് ബി ആണ്, 31. ശ്രേണി വിട്ടുഭാഗത്തത് സംഖ്യ ഏതാണ്? നെക്സ്റ്റ് വൺ. ജലിൻ്റെ വയസ്സും അതിൻ്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ഖലിൻ്റെ വയസ്സായ 20 കിട്ടും. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും? 51 ആകും, അവരുടെ വയസ്സിൻ്റെ തുക 51 ആകും എന്നാണ് ചോദ്യം. 98ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. നെക്സ്റ്റ്. എ ബി സി എന്നിവർ നല്ല കളിക്കാരാണ്. എ ബി ഡി എന്നിവർ നല്ല പ്രയത്നശീലരാണ്. ബി ഡി ഇ എന്നിവർ വിദഗ്ധരായ പരിശീലനത്തിന് പോകുന്നവരാണ്. എ ഡി എന്നിവർ പൂർണ്ണമായും ആരോഗ്യവാന്മാരാണ്. എന്നാൽ പൂർണ്ണമായും ആരോഗ്യമില്ലാത്ത പ്രയത്നശീലരായ വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന നല്ല കളിക്കാരനാണ് ഏത്? ഓക്കെ. 99 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബി എന്നാണ് പറയുന്നത്. 100ൻ്റെ ആൻസർ, 100ാമത്തെ ആൻസർ. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. എ ജനിച്ചപ്പോൾ അവൻ്റെ അച്ഛന് 32 വയസ്സും അമ്മയ്ക്ക് 28 വയസ്സുമാണ്. എയുടെ സഹോദരനാണ് ബി. ബിക്ക് എയേക്കാൾ 5 വയസ്സ് കൂടുതലുണ്ട്.
ഇവരുടെ സഹോദരിയാണ് സി. സിക്ക് ബിയേക്കാൾ 3 വയസ്സ് കൂടുതലുമാണ്. മറ്റൊരു സഹോദരിയാണ് ഡി. ഡിക്ക് സിയേക്കാൾ 2 വയസ്സ് കുറവാണ്. 7 വർഷം കഴിഞ്ഞാൽ ഡിക്ക് അമ്മയേക്കാൾ എത്ര വയസ്സ് കുറവുണ്ട്? ആൻസർ 100ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.